വ്യാപാര ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഡെസ്ക്ടോപ്പ് റിന്യൂവൽ ചെയ്യാനായിട്ടുണ്ടോ എന്നുള്ള എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ള ഡെസ്ക്ടോപ്പ് സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ആണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞങ്ങളെ വ്യാപാര ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന എല്ലാവരും ഞങ്ങളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വ്യാപാര ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ എന്തെങ്കിലും അപ്ഡേഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഒരു യൂട്യൂബ് ചാനലിൽ സ്ക്രീൻ റെക്കോർഡ് വീഡിയോ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. വ്യാപാര ബില്ലിംഗ് സോഫ്റ്റ്വെയർ റിന്യൂവൽ ചെയ്യുക, പുതിയ ലൈസൻസ് ആക്ടിവേഷൻ ചെയ്യുന്ന സമയത്തൊക്കെ ഞങ്ങളെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. എല്ലാ ദിവസവും ഞങ്ങൾ മാക്സിമം ഡിസ്കൗണ്ട് അതുപോലെ തന്നെ എക്സ്ട്രാ വാലിഡിറ്റി ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇനി കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ നിങ്ങൾ ഞങ്ങളെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. നമുക്ക് സ്ക്രീൻ റെക്കോർഡ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളെ ഡെസ്ക്ടോപ്പിൽ വ്യാപാര ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ സെറ്റിങ്സിൻ്റെ താഴത്തായിട്ട് സെറ്റിങ്സിൻ്റെ തൊട്ട് താഴെ ഭാഗത്ത് പ്ലാൻ ഇൻഫോ എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. പ്ലാൻ ഇൻഫോ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറൻറ്റ് പ്ലാന്, നിങ്ങളെ പ്ലാൻ ഏതാ എന്നുള്ള ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ ശേഷം ലൈസൻസ് ID ഇവിടെ കാണാൻ പറ്റും. ലൈസൻസ് ID കഴിഞ്ഞാൽ സി ലൈസൻസ് ഇൻഫോ, ഈ സി ലൈസൻസ് ഇൻഫോ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യണം. സി ലൈസൻസ് ഇൻഫോ എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 343 ദിവസം കൂടെ ബാലൻസ് ഉണ്ട് ഈ ഒരു ലൈസൻസിന്. ഇതുപോലെയാണ് നിങ്ങളെ സ്ക്രീനിലും വരിക. അപ്പോൾ അവിടെ എത്ര ദിവസം ബാലൻസ് ഉണ്ട് നോക്കുക. മിനിമം 10 ദിവസം മുന്നെങ്കിലും നിങ്ങൾ റിന്യൂവൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. 10 ദിവസം ബാലൻസ് ഉണ്ട് വെച്ച് നിങ്ങൾ റിന്യൂവൽ ചെയ്യാതിരിക്കരുത്. 10 ദിവസം നിങ്ങൾ റിന്യൂവൽ ചെയ്യുന്ന പീരീഡ് എത്രയാണോ ആ പീരീഡും കൂടി ആഡ് ആയിട്ടാണ് വരിക. ഒരാൾക്കാർ ഞങ്ങളോട് ചോദിക്കലുണ്ട്, ഞങ്ങൾ ഈ 10 ദിവസം നഷ്ടപ്പെട്ടു പോവോ എന്നുള്ളത്. 10 ദിവസം നഷ്ടപ്പെടില്ല. ഒരു വർഷത്തിനാണ് നിങ്ങൾ റിന്യൂവൽ ചെയ്യണത് എന്നുണ്ടെങ്കിൽ ഒരു വർഷം ഈ ബാലൻസ് ഉള്ള 10 ദിവസം കൂടെ കൂടി വരും. അത് നിങ്ങൾ ഓൺലൈനിൽ തന്നെ ഡയറക്റ്റ് റിന്യൂവൽ ചെയ്യണം. റിന്യൂവൽ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളെ പാർട്ണർ കോഡ് ഉണ്ടോ എന്നുള്ളതും കൂടി നിങ്ങൾ ഉറപ്പ് വരുത്തണം. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.